അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്നാണ് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഡൊണാൾഡ് ട്രംപ് പിന്മാറണം അല്ലെങ്കിൽ രാജിവെക്കണം. എങ്കിൽ മാത്രമേ ഒരു യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. കാരണം ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്നും തവിട് പൊടിയാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ഭീഷണികൾ തള്ളിയ ഇറാൻ അമേരിക്കയുമായി ഇനി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തുന്നത്. ഈജിപ്തിലെ ഡാമിയറ്റ തുറമുഖത്തിന് അമേരിക്കൻ കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെതിരെ അതിശക്തമായ തിരിച്ചടിയുമായി ട്രംപ് ഇപ്പോൾ ഇറങ്ങുന്നത്. ടെഹ്റാനെതിരെ കടുത്ത ആക്രമണം നടത്താൻ വാഷിംഗ്ടൺ പദ്ധതി ഇടുന്നുണ്ടെന്നും ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ഊഴം അമേരിക്കയുടേതാണെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. ഡാമിയറ്റ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ തിരിച്ചടി വരുന്നുണ്ടെന്ന് ഇറാൻ അറിയാമെന്ന് പറഞ്ഞ അദ്ദേഹം ഭാവിയിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകളും തള്ളിക്കളഞ്ഞില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കരാറിലെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും ട്രംപ് പറയുകയാണ്. ശത്രുക്കൾക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിടുമെന്ന് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ട്രംപ് ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ബുധനാഴ്ച ഈജിപ്തിലെ ഡാമിയറ്റ തുറമുഖത്ത് അമേരിക്കൻ ഉടമസ്ഥയിലുള്ള LNG കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഗൾഫ് മേഖലയ്ക്ക് പുറത്തേക്കും വ്യാപിക്കുകയാണെന്ന ആശങ്ക ശക്തമായിരിക്കണം. തുറമുഖത്ത് ചരക്കിറക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് സമുദ്ര സുരക്ഷാ കമ്പനിയായ ആംബ്രിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ ഉടമസ്ഥയിലുള്ള എനർഗോസ് വിന്റർ എന്ന കപ്പലിന് നേരെയാണ് ആളില്ലാ വിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്നാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരക്ഷാ കമ്പനി സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ ആളപായമില്ലെന്ന് ഈജിപ്ഷ്യൻ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുറമുഖത്തെ സംഭരണ കപ്പലിനും ടഗ് ബോട്ടിലുമാണ് തീപിടുത്തമുണ്ടായത്. അടിയന്തര സുരക്ഷാ പദ്ധതികൾ പ്രകാരം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തീ അണച്ചതായി മന്ത്രാലയം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ വലിയ സംഘർഷങ്ങളാണ് അരങ്ങേറിയത്. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായി ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സൗദി അറേബ്യ ആദ്യമായി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാന് അനുകൂല ഗ്രൂപ്പുകൾക്കുമെതിരെ നേരിട്ടുള്ള സൈനിക നടപടിയിൽ പങ്കെടുത്തത്. ഇതിന് മറുപടിയായി ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിന്റെ സംയുക്ത ഭരണത്തിനായി ഒമാൻ മുന്നോട്ട് വെച്ച നയതന്ത്ര നിർദ്ദേശം ഇറാൻ തള്ളിക്കളയുകയാണ്. ഇതോടെ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ആഗോള വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധന വിതരണ പാതകളിലെ പ്രതിസന്ധിയെ തുടർന്ന് ബ്രന്റ് ക്രൂഡ് അവധി വ്യാപാരത്തിൽ 8% വർധന രേഖപ്പെടുത്തിയതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $90 മുകളിലെത്തി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം വരും ദിവസങ്ങളിലും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്.